ലോകകപ്പ് ഫൈനൽ തോൽവിയുടെ ആ ഓർമ്മകളുള്ള ആ ദിനത്തിൽ പക്ഷേ മറ്റൊരു നിർണായക പോരാട്ടത്തിനിറങ്ങുകയാണ് ഫ്രഞ്ച് പട ഇന്ന്. സെമി ഫൈനൽ ലക്ഷ്യമിട്ട് ക്വാർട്ടർ പോരാട്ടത്തിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മൊറോക്കോയെ നേരിടാനിറങ്ങും. രാത്രി 1:30 ബോസ്റ്റണിലാണ് ഈ ആവേശ പോരാട്ടം. ലോക ഫുട്ബോളിലെ രണ്ട് കിടലൻ ടീമുകൾ, സമീപകാലത്ത് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകൾ, ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ പോരാട്ടമാണ്. രാത്രി 1:30 ഇതിൻ്റെ പ്രകടനത്തിലും ഒക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മൊറോക്കോയെ അങ്ങനെ എഴുതിത്തള്ളാനാവില്ല. ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ്. സമീപ ലോകകപ്പുകളിലൊക്കെ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ടീമാണ്. അപ്പോൾ വലിയൊരു അട്ടിമറി അത് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒപ്പം തന്നെ ഫ്രാൻസിൻ്റെ കുതിപ്പിനെ എങ്ങനെ മൊറോക്കൻ പ്രതിരോധ നിര തടഞ്ഞിടുന്നു എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. അതിൽ കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ ഒരിക്കൽ കൂടി ആ രണ്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നാണ് ഈ ആദ്യ ക്വാർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്നത്തെ ഖത്തറിലെ പോരാട്ടത്തിൽ അന്ന് മൊറോക്കോ ആദ്യമായി ക്വാർട്ടറിലെത്തിയ സെമിയിലെത്തിയ മൊറോക്കോയെ തകർത്തുകൊണ്ട് ഇതിനകത്ത് 2 ഗോളായിരുന്നു ഫ്രാൻസിന് ചെയ്യാം. ഫ്രാൻസ് പിന്നീട് ഫൈനലിലെത്തുകയും അർജന്റീനയോട് തോൽക്കുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി ലോകകപ്പിൽ ആ വിശ്വവേദിയിൽ ഒരിക്കൽ കൂടി 2 ടീമുകൾ എത്തുകയാണ്. അന്നത്തെ തോൽവിക്ക് മൊറോക്കോ ആ മുറിവിന് പരിഹാരം ചെയ്ത് മതിയാകും മൊറോക്കോയ്ക്ക്. അതേസമയം ഫ്രാൻസ് 2018 നേടിയ ലോകകപ്പ് കഴിഞ്ഞ തവണ അവർ അർജന്റീനയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചു. ഇത്തവണ എന്ത് വില കൊടുത്തും എംബാപ്പയ്ക്ക് സംഘത്തിനും അത് തിരിച്ചു പിടിക്കണം. അതിനുള്ള യാത്രയിലാണ്. അപ്പോൾ 2 കൂട്ടർക്കും അതിനിർണായകമായ പോരാട്ടം തന്നെയാണ്. ക്വാർട്ടർ തോൽക്കുന്നവർക്ക് പുറത്തേക്കുള്ള വഴി തെളിയും. പ്രത്യേകിച്ച് ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ബ്രൂട്ടലായ അറ്റാക്കിംഗ് നിരയാണ് ഫ്രാൻസിനുള്ളത്. എംബാപ്പയും അതുപോലെ ഉസ്മാൻ ഡെംബാലയും ഒലീസയും ഡൂ അടക്കമുള്ള മുൻ സഖ്യം ഏത് പ്രതിരോധത്തിൻ്റെയും ഭീഷണി ഉയർത്താൻ തക്കവണ്ണം കരുത്തുള്ളതാണ്. പ്രത്യേകിച്ച് 7 ഗോളുമായി എംബാപ്പെ ഈ ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിക്ക് തൊട്ടു പിന്നാലെയുണ്ട്. 5 ഗോളിന് അസിസ്റ്റ് നൽകിയ ഒലീസെ മധ്യനിരയിൽ എംബാപ്പയ്ക്ക് കൃത്യമായി പാസുകൾ എത്തിച്ചു നൽകുന്നു. അതോടൊപ്പം 4 ഗോൾ അടിച്ച ഡെംബലയുമുണ്ട്. അത്തരത്തിൽ ഇന്ന് നിലവിലുള്ള ഈ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും സ്ട്രെങ്തായ ഒരു അറ്റാക്കിംഗ് നിരയാണ് ഫ്രാൻസിനുള്ളത്. അതോടൊപ്പം തന്നെ മികച്ച ബെഞ്ച് സ്ട്രെങ്ത്തും അവർക്കുണ്ട്. ആരെ ഇറക്കണമെന്നായിരിക്കും ദശാംശിന് ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് ബെസ്റ്റ് 11 എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു സ്ഥാനത്തേക്ക് ഒന്നിലധികം താരങ്ങൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രതിഭ ധാരാളിത്തമുള്ളൊരു ടീമാണ് ഫ്രാൻസ്. ദശാംശിൻ്റെ തന്ത്രങ്ങളും അവർക്ക് കരുത്താകുന്നുണ്ട്. മറുവശത്ത് മൊറോക്കോ അവരുടെ പ്രധാന താരം ഇസ്മായിൽ സായിബാരി ഇല്ലാതെയാണ് ഇറങ്ങുന്നത്. 3 ഗോളടിച്ച സായിബാരിയാണ് ഈ ലോകകപ്പിൽ അവരുടെ ടോപ്പ് സ്കോറർ. കഴിഞ്ഞ മത്സരത്തിലെ ഹാംസ്ട്രിങ് ഇഞ്ചുറിയെ തുടർന്ന് സായിബാരി കളിക്കുന്നില്ല. പകരം മറ്റൊരു താരമായിരിക്കും ഇറങ്ങുന്നത്. പക്ഷേ അവരുടെ മധ്യനിരയും കരുത്തരാണ്. ബ്രാഹിം ഡയസും അതോടൊപ്പം ബൗദി അടക്കമുള്ള ഔനാഹി കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളടിച്ച ഔനാഹി അടക്കമുള്ള താരങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ. അത്രയും ബ്രാഹിം ഡയസ് അവിടെ മറുവശത്ത് ഒലീസി ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ വശത്ത് മൊറോക്കോയ്ക്കായി 4 അസിസ്റ്റ് നൽകിയ ഡയസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനോട് കിടപിടിക്കാൻ പറ്റിയ താരങ്ങൾ മൊറോക്കോ നിരയിലുമുണ്ട്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായൊരു പോരാട്ടം എന്ന് പറയുന്നത് PSG സഹതാരങ്ങളായിരുന്ന കിലിയൻ എംബാപ്പയും അഷ്റഫ് ഹക്കീമിയും രണ്ട് ടീമിനായിട്ട് എതിർവശത്ത് കളിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2 ടീമിനെ ഇറങ്ങുമ്പോൾ അവർ ഏറ്റവും ഭയപ്പെടുന്നത് ഫ്രഞ്ച് നായകനെ തന്നെയാണ്. കിലിയൻ എംബാപ്പയെ എങ്ങനെ തടുത്തു നിർത്താം എന്നതിനെ ആശ്രയിച്ചിരിക്കും മൊറോക്കോയുടെ മുന്നേറ്റം എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം മെസ്സിക്കൊപ്പം വിടാതെ പിടിക്കുകയാണ് ഗോൾഡൻ ബൂട്ട് റേസിലും. ഒപ്പം തന്നെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനാവാനുമൊക്കെ. അപ്പോൾ എംബാപ്പയെ എങ്ങനെ പൂട്ടുന്നു, അഷ്റഫ് ഹക്കീമി എങ്ങനെ പിടിച്ചു കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ന് മൊറോക്കോയുടെ ഒരു വിജയ സാധ്യത എന്നുള്ളത് തന്നെയാണ്. 8 കൊല്ലം മുൻപ് റഷ്യയിൽ കണ്ടൊരു 19കാരൻ കണ്ണിൽ പതിയാൻ പോലും ഇടം നൽകാതെ പന്തുമായി നടത്തിയ പാച്ചിൽ കളിയാരാധകരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അവിടെ നിന്നാകെയുണ്ടായ മാറ്റം പ്രായത്തിനു മാത്രമാണ്. പിന്നാലെ ഓടിപ്പിടിക്കാനായി പലരും പല കുപ്പായമണിഞ്ഞെത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. റഷ്യയിലേത് സാമ്പിൾ മാത്രമായിരുന്നു. ഖത്തറിൽ ലുസൈലിലെ അന്തിമ വിധി ദിനത്തിൽ മെസ്സിപ്പടയുടെ ചോരയും നീരും ഉൾപ്പെടെ സകലതും അവൻ ഊറ്റിയെടുത്തു. തോൽവിയിലും ജേതാവായി. തുടർച്ചയായ 3-ാം തവണയും കലാശപ്പോരിൻ്റെ ഒരു വശത്ത് ഫ്രഞ്ച് കപ്പൽ നങ്കൂരമിടുമെന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ ആണയിട്ട് ആവർത്തിക്കുന്നു. കാരണം അവനാണ് കിലിയൻ എംബാപ്പെ. 3 ലോകകപ്പിനിടയിൽ സാധ്യമായതൊക്കെ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. റഷ്യയിൽ 4-ഉം ഖത്തറിൽ 8-ഉം, ഇവിടെ ഇപ്പോൾ ഇതുവരെ 7 ഗോളുകൾ. ആകെ 19 എണ്ണം. ഒന്നാമതുള്ള മെസ്സിയേക്കാൾ 2 എണ്ണം മാത്രം കുറവ്.
ഈ ലോകകപ്പിൽ ഇരുവരും തമ്മിലുള്ളത് ഒരു ഗോൾ അകലവും. ഒറ്റക്കളി കൊണ്ട് പിടിച്ചടക്കാനാവുന്ന ദൂരത്തിലാണ് ഇവയെല്ലാം. എല്ലാത്തിനുമപ്പുറം ടീമിന് തന്നെ എങ്ങനെയാണോ ആവശ്യം അത്തരത്തിൽ പരുവപ്പെടാൻ എംബാപ്പെ തയ്യാറായിരിക്കുന്നു. പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ചു കയറുന്നവൻ ഇപ്പോൾ സഹതാരങ്ങളിൽ ഒരു കണ്ണുവെക്കാറുണ്ട്. ഗോൾ അടിക്കാനും അടുപ്പിക്കാനും കഴിയുന്ന എംബാപ്പയെ തളയ്ക്കുക ഏറെക്കുറെ അസാധ്യം. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ ആദ്യ മിനിറ്റ് മുതൽ എല്ലാവരും തേടുന്നത് അവനെയായിരിക്കും. ഒരിഞ്ചിടം അധികം നൽകിയാൽ മൊറോക്കോയ്ക്ക് മടക്ക ടിക്കറ്റ് എടുക്കാം. എംബാപ്പയ്ക്ക് മാത്രമായി ഒരു പദ്ധതി എന്തായാലും അവർ കരുതി വച്ചിട്ടുണ്ടാകും. ആ പൂട്ടും പൊളിച്ചു പായാനുള്ള വഴികൾ അവൻ്റെ ഉള്ളിലുമുണ്ടാകും. അന്തിമ വിജയമാർക്കെന്ന് മൈതാനത്ത് തീർപ്പ് കൽപ്പിക്കപ്പെടട്ടെ. വേൾഡ് കപ്പ് ഡെസ്ക് 24.